ഈ കെട്ടിടത്തിലെ ഈ നിർമ്മാണം, അതിലെ അപാകതകളാണ് ഈ തീപിടുത്തം ഇത്രയും ദുഷ്കരമാക്കിയത്, രക്ഷാദൗത്യം ദുഷ്കരമാക്കിയതെന്നാണ് ഫയർഫോഴ്സ് ജീവനക്കാർ പറയുന്നത്. കാണുന്ന പീഡിയമുറി ഉണ്ടല്ലോ, ഇതിന്റെ മുൻഭാഗം കണ്ടില്ലേ, ഇത്രയും ഈ മുൻഭാഗത്തുള്ള വീതി കണ്ടോ, ഏകദേശം ഒരു 3 മീറ്റർ 4 മീറ്റർ നീളം. അതിന്റെ അതേ ലെയറിൽ ആ മുൻഭാഗം കംപ്ലീറ്റ് ഷട്ടർ ചെയ്താണ്. അപ്പോൾ നമ്മൾ വെള്ളമടിക്കുന്നത് ഷട്ടറിന് മുകളിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ഉൾഭാഗത്ത് ഇതുപോലെ തന്നെ 1, 2, 3 ലെയറായിട്ട് മതിൽ കെട്ടി തിരിച്ചതാണ്. എല്ലാം ചുമരാണ് അടിക്കുന്നത്. ഇപ്പം തീ എന്ത് സംഭവിച്ചാൽ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ ഏകദേശം ഒരു 3 മീറ്റർ നീളത്തിൽ വീതിയിലുള്ള മൊത്തം ലൈനിൽ ഫയറില്ല, അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് വരുന്ന ഏകദേശം 3-4 മീറ്റർ നീളമുള്ള അടുത്ത ചേംബർ, ഇതെല്ലാം ചുമര് കെട്ടി തിരിച്ചതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ അടിക്കുമ്പോൾ എത്താത്തത് ഈ മുൻഭാഗത്തിൻ്റെ അടുത്തത്, അത് 4 ലെയറാണ് ഇത് ഉള്ളത്. ഈ കിടക്കുന്ന ഇവിടെ കാണുന്ന രണ്ടാമത്തെ ലെയറിലാണ് ഇപ്പോൾ തീ. എത്ര ഏരിയത്താണ് തീ ഉള്ളത് ഉണ്ടോ? എല്ലാം തന്നെ ചുമര് കെട്ടി തിരിച്ചതാണ്. നേരെ എൻ്റെ കൂടെ വരാൻ വെച്ചാൽ ഞാൻ ഉള്ളിൽ കയറ്റിയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കയറി ഉള്ളിൽ പോയി ഫുള്ളായിട്ട് അവിടെ തീയിലോട്ട് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോണി വഴി കയറി ഇതിൻ്റെ ഈ വഴി ഏതാ ഉള്ളോട്ട് കയറി ആ തീയിലോട്ട് ഇതാ പോയിട്ട് വരുന്നത്. എല്ലാം കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയായിരുന്നു. തകരപ്പാട്ടകൾ വെച്ച് ആകെ മൊത്തത്തിൽ മൂടി കെട്ടിയ അവസ്ഥയിലായിരുന്നു ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. 15ഓളം ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിയ ശേഷം വെള്ളമടിച്ചിട്ടും അകത്തേക്ക് വെള്ളം എത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ആ കെട്ടിടങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം 5 മണിക്കൂറിലധികം എടുത്തു ഈ ഒരു തീ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്നും അധികൃതർ കണ്ടില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. കോർപ്പറേഷൻ ഇത് അറിഞ്ഞില്ലേ? ഇത്രയും നാൾ ഈ ഗോഡൌൺ പ്രവർത്തിച്ചിട്ടും ഇങ്ങനെ ഈ ഒരു നിർമ്മിതിയിൽ തുടർന്നിട്ടും അധികാരികൾ അറിഞ്ഞില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇംതിയാസ് കരീം തുടരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പം ആവർത്തിച്ച് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയെന്ന്. 5:10 ഈ ഒരു തീപിടുത്തമുണ്ടായി, 5:30 കൂടിയാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയതെന്ന് ചിലർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ചിലർ പറയുന്നു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി, പക്ഷേ അത് ചെറിയ യൂണിറ്റ് ആയിരുന്നു, ചെറിയ വാഹനമായിരുന്നു, അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, പിന്നീട് വെള്ളം നിറയ്ക്കാനൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ കുറേ പരാതികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിശദീകരണം ആവശ്യമാണ്. അല്പസമയം മുൻപ് മന്ത്രി പറഞ്ഞത് സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അന്വേഷണം വേണം, പക്ഷേ ഈ നഗരഹൃദയത്തിൽ ഇത്രയും അധികം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വീഴ്ച അത് കോർപ്പറേഷനിലെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വെള്ളം തൊടാതെ വീഴുക? ഇംതിയാസ്, അത് തീർച്ചയായിട്ടും. കാരണം അതിന് ആദ്യഘട്ടത്തിൽ തന്നെ മറുപടി പറയേണ്ടത് കോർപ്പറേഷൻ അധികൃതർ തന്നെയാണ്. മേയർ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുമാണ്. മേയറാണ് അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചതും. പക്ഷേ മേയറുടെ വാക്കുകളിൽ പോലും അത്രയധികം കാര്യമായിട്ടുള്ള ഒന്നും മേയറുടെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഉരുണ്ടു കളിക്കുന്ന, ഒന്നും പറയാനില്ലാത്ത രൂപത്തിലായിരുന്നു മേയറുടെ വാക്കുകൾ നമുക്ക് മനസ്സിലായത്. ശാസ്ത്രീയ അവബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം. എങ്ങനെയാണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഠായി തെരുവിലും മെഡിക്കൽ കോളേജിലുമൊക്കെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ ഇനിയും ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന കാര്യം ആലോചിക്കാത്ത കോർപ്പറേഷൻ എന്ത് ശാസ്ത്രീയ അവബോധം വേണമെന്നാണ് ഈ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇന്നലെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ 5-6 ഇവിടെ നമ്മൾ ആദ്യം മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തി നാട്ടുകാരുടെ പ്രതികരണം എടുക്കുന്ന സമയത്ത് നാട്ടുകാർ നമ്മളോട് പറഞ്ഞത് 5-6 ഇവിടെ തീപിടുത്തം ഉണ്ടാവുന്നത്. പുക ഉയരുന്നത് കണ്ട സമയത്ത് തന്നെ ഈ പുറത്തുണ്ടായിരുന്ന, അതായത് പുതിയ ബസ് സ്റ്റാൻഡിലും എല്ലാം ഉണ്ടായിരുന്ന ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ആളുകളെല്ലാം ഒഴിപ്പിച്ചു. ആളുകളോട് ഓടിപ്പോവാൻ പറയുകയായിരുന്നു. 5:20 കഴിഞ്ഞിട്ടാണ് ആദ്യ ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ നഗരത്തിലെ വലിയ തിരക്കാണ്. പറയുമ്പോൾ ബീച്ച് ആശുപത്രി തൊട്ടടുത്ത് ബീച്ചിൽ തന്നെ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് നമുക്കുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ പോലും വലിയ ഗതാഗതക്കുരുക്കും വൈകിട്ട് സംഭവിക്കുന്ന വലിയ റാലികളും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. പക്ഷേ ഇതിനെന്ത് നടപടിയെടുക്കാൻ സാധിക്കും? ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? അതിന് കഴിയുക കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് സ്ഥാപിക്കുക, കുറച്ചുകൂടെ തൊട്ടടുത്ത് ഒരു പക്ഷേ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചൊരു ഫയർഫോഴ്സ് യൂണിറ്റ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ കഴിയും. നേരത്തെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കേണ്ടതായിരുന്നു. ഇതിലൊക്കെ ഗൗരവമായി കാര്യങ്ങളെടുത്ത് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഈ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം അവിടെ തീപിടുത്തമുണ്ടായപ്പോൾ ചെയ്തത് അവിടെ പരിശോധന നടത്തി, ബാറ്ററികളിലെല്ലാം പരിശോധന നടത്തി. ആ ബാറ്ററികളെല്ലാം മാറ്റി സ്ഥാപിക്കണമെന്നും അവിടെ ഉണ്ടായ